ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു AKS മീഡിയ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്, കുറച്ച് തിരക്കുകളിലും കാര്യങ്ങളിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ വാച്ച് ചെയ്ത മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கறை. ഇത് മഞ്ഞുമല്ല ടീംസാ. എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം, കൊടൈക്കനാലാണ്. അதையும் தாண்டி புனிதமானது. பிடிச்சே நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ஆமா, எந்த குழி? குணா கேவ்ல. இது குணா கேவா? நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒன்னும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கண்ணு கொடுக்குறீங்களா? சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? എന്താണ് ദൈവം? ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിന്നൊക്കെ ഒരു വെളിച്ചില്ലേ? അവനിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങൾ പറയുന്നത്? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி പുനിതമാനത്. സോ നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സിനിമ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിനകത്ത് കുറേ സിനിമ കണ്ടിറങ്ങിയ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്പോയിലറായിട്ട് തോന്നും. ഓക്കെ, സിനിമ വാച്ച് ചെയ്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സിനിമ വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസ്കഷനിലേക്ക് വരാം. ഡിസ്കഷനിലല്ല, നമുക്ക് ഈ ഒരു സംസാരത്തിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി രസം. സോ ഈ ഒരു സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കയ്യടി വീഴാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഡയറക്ടർ പ്ലേസ് ചെയ്ത സ്ഥലത്തൊക്കെ കയ്യടി വീണിട്ടുണ്ട്. അതാണ് തിയേറ്ററിൽ. ലൈക്ക് ഈ ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടംവലി അവർ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ. സോ ഫസ്റ്റ് വടംവലിയിൽ ഇവർ തോൽക്കുന്നു എങ്കിൽ കൂടി അവർ പ്രാക്ടീസ് ചെയ്യുന്നൊരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് അതിന് നമുക്കൊരു പ്രസക്തി ഇല്ലാന്ന് തോന്നും. ബട്ട് അത് ലാസ്റ്റ് എൻഡിങ്ങിൽ ക്ലൈമാക്സിൽ അവരതിന് ഹൈപ്പ് കൊടുത്ത് അതിന് കയ്യടി വാങ്ങിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ സൗബിനും പിന്നെ ശ്രീനാഥ് ബാസിയും പൊങ്ങി വരുന്ന സമയത്ത്, അതായത് കുട്ടേട്ടനും ഈ ഒരു സുഭാഷും പൊങ്ങി വരുന്ന സമയത്ത് അത് ഇവരുടെ ഹെൽപ്പിലാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ടഗ് ഓഫ് വാർ സ്കില്ലിലാണ് അത് വരുന്നത്. എന്താ പറയുക, ലൂസ് അടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊങ്ങി വരുന്നത്. അതൊക്കെ റെഡിക്ക് കയ്യടി വീഴാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്താണ്. കയ്യടി വീണിട്ടുണ്ട്. റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ അതേപോലെ തന്നെ അത് പൊങ്ങി വരുമ്പം ആ ഒരു മ്യൂസിക്കിൻ്റെ പ്ലേസ്മെൻറ്റും കൺമണി അൺബോർഡ് ഇതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് എന്താ പറയുക, ഇന്നറായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു എലമെൻ്റ് എന്ന് തോന്നിയത് ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്തിസ്റ്റ് പോലെയാണ്. ലൈക്ക് പളനി വഴി ഇവർ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ എല്ലാവരും ദർശനത്തിന് വേണ്ടി പോകുന്നു. ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ മാത്രം ദർശനത്തിന് പോകുന്നില്ല. അപ്പം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ എത്തിസ്റ്റ് ആണോ, ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല? അപ്പോൾ ദൈവത്തെ എവിടെ കാണാൻ പറ്റുന്ന ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയും മുകളിലോട്ട് നോക്കിയാൽ ചില സമയത്ത് കാണുന്നു. അപ്പോൾ മുകളിലോട്ട് എനിക്കൊന്നും കാണാനല്ലോ, ഇരുട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ബട്ട് ഈ കുഴിയിൽ വീണ് കിടക്കുന്ന ശ്രീനാഥ് ബാസി എന്താ പറയുക, ഇലൂഷനിൽ കാണുന്നുണ്ട്. അവർ മനുഷ്യനൊന്ന് ഹെൽപ്ലെസ് ആയിട്ട് കിടക്കുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ കുട്ടേട്ട എന്ന് വിളിക്കുമ്പോൾ കുട്ടേട്ടനെ മാത്രമാണ് മുകളിൽ കാണുന്നത്. ലൈക്ക് അവിടെ ശ്രീനാഥ് ബാസിക്ക് ദൈവമായിട്ട് കാണാൻ പറ്റുന്നത് ആരെയാണ്? കുട്ടേട്ടനെയാണ്. ലൈക്ക് ദൈവം കുട്ടേട്ടൻ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈമിലെ ദൈവമാവുന്നത് മനുഷ്യനാണ്, കുട്ടേട്ടനാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ഡയറക്ഷനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് സിനിമ. രസം മാത്രമല്ല, അതിനകത്ത് കുറേ എന്താ പറയുക, ഭീകരതയല്ല, ലൈക്ക് നമ്മൾ ആ ഒരു ടെൻഷനിലേക്കൊക്കെ കടന്നു പോകുന്ന സിറ്റുവേഷനും ഉണ്ട്. സോ സിനിമ കാണാത്തവർ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് തോന്നും. കാരണം അവർ കൊടുത്ത പൈസക്ക് മുതലായിട്ടുള്ളൊരു പടം തന്നെയാണ്. സോ അടിപൊളി. ഞാൻ ചെന്നൈയിൽ വെച്ചിട്ടാണ് കാണുന്നത്.
തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ളാണ്. നൈറ്റ് ഷോക്കും തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പം മലയാളീസ് മാത്രമല്ല ഇത് എന്താ പറയുക കേരള സിനിമയെ കാണാൻ വരുന്നത്, മലയാളം മൂവി കാണാൻ വരുന്നത് എന്താ പറയുക ഇവിടെയുള്ള ആൾക്കാരും തമിഴ് അല്ലെങ്കിൽ ചെന്നൈ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരും കാണുന്നുണ്ട്. സോ നമ്മളെ മലയാളം ഇൻഡസ്ട്രീനെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു മന്ത് ഫെബ്രുവരിയിൽ ബ്രഹ്മയുഗം, അതേപോലെ തന്നെ പ്രേമലു, ഇപ്പം ഇതാ മഞ്ഞുമൽ ബോയ്സ്. ലൈക്ക് നമ്മൾ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോരോ സിനിമ വരുമ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോരോ ഷോട്ടുകൾ, അതേപോലെ തന്നെ എന്താ പറയുക ഓരോരോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. കാരണം ഇവരെല്ലാവരും കൂടി പോകുന്ന ട്രിപ്പ്, അതിന് പാരലായിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ വണ്ടിയിലുള്ള ഷോട്ടുകൾ. ലൈക്ക് ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ആ ഒരു കോളീസിലാണ് അവർ പോകുന്നത്, റെഡ് കളർ കോളീസ്. ഞാൻ സ്പോയിലർ ആവുന്നില്ല. അതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ഷോട്ടുകൾ, പിന്നെ ഗുഹയുടെ ഇൻടീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സെറ്റ് ഇട്ടതാണ്, പെരുമ്പാവൂരുള്ള ഒരു ഗോഡൗണിൽ സെറ്റ് ഇട്ടെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ കൂടിയും നമുക്ക് എന്താ പറയുക ഈ ഒരു സെറ്റാണ് അല്ലെങ്കിൽ എന്താ പറയുക ചില ഷോട്ടുകളൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണെന്നൊന്നും തോന്നുന്നില്ല. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് സിനിമാറ്റോഗ്രാഫി എടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലൈക്ക് BGMലായിക്കോട്ടെ, അതുവരെ ഒരു ചിൽ മൂഡിലേക്ക് പോയി പിന്നെ അങ്ങോട്ടേക്ക് കഥ സീരിയസ് ആവാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയൊക്കെ നമുക്ക് ആ ഒരു BGM സൈലൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൂവിയിൽ എനിക്ക് വളരെയേറെ എടുത്തു പറയാൻ തോന്നുന്നത് സൗബിൻ്റെ ക്യാരക്ടർ, അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടറൊക്കെ, പിന്നെ അവരുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ, അവരുടെ ഡയലോഗ്സ്, പിന്നെ അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ ഫീലിങ്സ് ഒക്കെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ത്രെഡ് അറിയുണ്ടാവും കഥയുടെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. ബട്ട് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് ആസ്വദിക്കേണ്ട ഒരു കഥാ തീം തന്നെയാണ്. സോ പണ്ട് എന്താ പറയുക വിജയരാഘവൻ പറഞ്ഞതുപോലെ 10-15 വർഷങ്ങൾക്ക് മുന്നെയാണ് തോന്നുന്നു, അല്ല 6 വർഷം എന്തോ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇതെന്തായാലും സിനിമയാകപ്പെടേണ്ട ഒരു ത്രെഡാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ സിനിമയായിട്ടുണ്ട്. സോ എല്ലാവരും പോയിരുന്ന് കാണുക. കാരണം സൗഹൃദ ബന്ധങ്ങളെ പറ്റി നല്ലൊരു ഡയമെൻഷൻ തന്ന, സൗഹൃദ ബന്ധങ്ങളുടെ ആഴത്തിന് നല്ലൊരു ഡയമെൻഷൻ നൽകിയ ഒരു മൂവി തന്നെയാണ്. സോ മസ്റ്റ് വാച്ച്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ലൈക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പോയിരുന്ന് കാണുക, ആസ്വദിക്കുക. സോ ദിസ് അക്ഷയ് സുരേഷ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.